നമ്മൾ ഇന്നത്തോടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിലൊക്കെ 2 നമ്പർ ഉണ്ടാകും, ചില ആളുകളുടെ കയ്യിൽ 3 നമ്പർ ഉണ്ടാകും. 9 നമ്പർ വരെ ഒരു ഇന്ത്യയിൽ ഒരാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 9ൽ കൂടുതൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നിങ്ങൾക്ക് പിഴ ചുമത്താനുള്ള ഒഫൻസുകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ താഴേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അറിയാത്ത ഏതെങ്കിലും സിം കാർഡുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസ്കണക്ട് ചെയ്യുകയും വേണം. കാരണം അതുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നിങ്ങളറിയാത്ത സിം മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നതോ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ കയ്യിലുള്ള 2 or 3 സിം കാർഡിനകത്ത് നമ്മൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ റീചാർജ് ചെയ്യാതെ ആ നമ്പർ കട്ടായി പോകും. അതിനകത്ത് വാട്സപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കഴിയുമ്പോൾ ഏകദേശം 6 മാസം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ സിം കാർഡ് നിങ്ങൾ റീചാർജ് ചെയ്യാതെ കിടന്ന് അത് കട്ടായി ഒരു 6 മാസം കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കമ്പനി ആ ഒരു നമ്പർ മറ്റൊരാൾ കൊടുക്കും. അയാൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാകും. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള മുഴുവൻ ഡാറ്റയും അയാൾക്ക് കിട്ടുകയും നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകളും മറ്റൊക്കെ അയാൾക്ക് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മളുടെ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് സെൻറ്റർ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഇതുപോലുള്ള ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിമൂവ് അക്കൗണ്ട് എന്നുള്ളതും ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ ആഡ് അക്കൗണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഈ റിമൂവ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ഇവിടെ റിമൂവ് അക്കൗണ്ട് എന്ന് കാണുന്നത് ഞാൻ ഒരു വാട്സപ്പിനകത്ത് 2 വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. വളരെ നേരത്തെ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള കാണുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഈ ഡിലീറ്റ് അക്കൗണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇഫ് യു ഡിലീറ്റ് ദിസ് അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ അകത്തുള്ള റിക്കവറി മെസ്സേജുകൾ, നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള ചാറ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ച ഡാറ്റകളടക്കം നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറേജിലുള്ള മുഴുവൻ ഡാറ്റയും, അതായത് ഈ വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളൊക്കെ വാട്സപ്പ് ടീം റിമൂവ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചാനലുകൾ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനൽ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ആയി പോകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു സിം കാർഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഈ ഒരു അക്കൗണ്ട് ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെങ്കിലും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ഡാറ്റയും അയാൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പല ആളുകളും അത് അശ്രദ്ധ കാരണം സിം കാർഡ് കട്ടായി പോകും. പിന്നെ വാട്സപ്പ് അങ്ങനെ ഉപയോഗിക്കും. ആ നമ്പർ വേറൊരാൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് അയാൾക്ക് കിട്ടും. നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള ചാറ്റും ഗ്രൂപ്പും നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം അയാൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും സിം കാർഡ് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ആ സിം കാർഡ് കട്ടാക്കി കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ അറിയാതെ കട്ടായി പോയതാണെങ്കിൽ ഉടനെ റീചാർജ് ചെയ്യുക. എന്നിട്ട് ആ സിം കാർഡ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം വാട്സപ്പ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ സിം കാർഡ് നിങ്ങൾ കട്ട് ചെയ്യുക. അല്ലാതിരുന്നാൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ മറ്റൊരാൾക്ക് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇതിനകത്ത് നിങ്ങളൊരു നമ്പർ ഒഴിവാക്കി ഇതിനകത്തുള്ള വാട്സപ്പ് മുഴുവൻ മറ്റൊരു നമ്പറിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചേഞ്ച് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണും. ഇവിടെ ചേഞ്ച് നമ്പർ, ഏത് നമ്പറാണോ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ മാറ്റാൻ പോകുന്നതെങ്കിൽ ചേഞ്ച് നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും ഓൾഡ് ഫോൺ നമ്പർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ എത്രയാണെങ്കിലും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് ഇതിനകത്തുള്ള മുഴുവൻ ചാറ്റ് മെസ്സേജുകളും ഫോട്ടോസുകളും വീഡിയോസുകളും നിങ്ങളുടെ പുതിയ നമ്പറിലേക്ക് മാറ്റാനാണെങ്കിൽ ആ പുതിയ നമ്പർ താഴെ ഭാഗത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു OTP വരും പുതിയ നമ്പറിലേക്ക്. ആ OTP തിരിച്ചു കൊടുത്താൽ ഈ വാട്സപ്പിനകത്തുള്ള മുഴുവൻ ഡാറ്റയും ആ ഒരു വാട്സപ്പിലേക്ക് വാട്സപ്പ് ടീം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് ഇനി പഴയ സിം കാർഡ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ സിം കാർഡിലേക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ഡാറ്റ മൂവ് ചെയ്യിക്കാനും സാധിക്കും. ഡിലീറ്റ് ചെയ്യുകയോ ഇത്തരത്തിൽ ഡാറ്റ മറ്റൊരു പുതിയ നമ്പറിലേക്ക് മാറ്റം വരുത്തുകയോ ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സിം കാർഡ് കട്ട് ചെയ്യരുത്. നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾക്ക് കിട്ടും. നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യാനോ കാരണമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.